നമസ്കാരം. തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. 260 പേരുടെ ദാരുണാന്ത്യത്തിനിടയാക്കിയ എയർ ഇന്ത്യയുടെ 171 നമ്പർ വിമാന ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയുമ്പോഴും അപകടത്തിന്റെ യഥാർത്ഥ കാരണത്തെ ചൊല്ലി അന്താരാഷ്ട്ര വ്യോമയാന രംഗത്ത് കടുത്ത തർക്കങ്ങളും ദുരൂഹതയും ഇന്നും തുടരുന്നു. കഴിഞ്ഞ വർഷം ജൂൺ 12-ന് ഗുജറാത്തിലെ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലേക്ക് പറന്നുയർന്ന് വെറും 32 സെക്കൻഡുകൾക്കകം തകർന്നു വീണ ബോയിംഗ് 787 ഡ്രീം ലൈനർ വിമാനത്തിന്റെ അന്വേഷണ റിപ്പോർട്ടിനെ ചൊല്ലിയാണ് ഇപ്പോൾ ഇന്ത്യയിലെയും വിദേശത്തെയും സുരക്ഷാ വിദഗ്ധരും പൈലറ്റുമാരുടെ സംഘടനകളും തമ്മിൽ കടുത്ത യുദ്ധം നടക്കുന്നത്. അപകടം നടന്ന് ഒരു മാസത്തിന് ശേഷം അന്വേഷണ ഏജൻസി പുറത്തുവിട്ട 15 പേജുള്ള പ്രാഥമിക റിപ്പോർട്ടിലെ ചില പരാമർശങ്ങളാണ് ഇപ്പോഴത്തെ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. വിമാനം പറന്നുയർന്ന ഉടൻ തന്നെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന വിതരണം തടസ്സപ്പെടുന്ന തരത്തിൽ കോക്പിറ്റിലെ 2 കട്ട് ഓഫ് സ്വിച്ചുകൾ പ്രവർത്തിച്ചിരുന്നുവെന്നാണ് ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡിംഗ് വിവരങ്ങളിലുള്ളത്. ഇതിനു പുറമെ ഇന്ധന വിതരണം നീ തടസ്സപ്പെടുത്തിയത് എന്തിനാണെന്നൊരു പൈലറ്റ് മറ്റൊരാളോട് ചോദിക്കുമ്പോൾ താനത് ചെയ്തിട്ടില്ലെന്ന് രണ്ടാമത്തെ പൈലറ്റ് മറുപടി പറയുന്ന വോയിസ് റെക്കോർഡിംഗും തങ്ങൾക്ക് ലഭിച്ചതായി അന്വേഷണ ഏജൻസി വ്യക്തമാക്കിയിരുന്നു. ഈ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പൈലറ്റിന്റെ ആത്മഹത്യാ ശ്രമമാണ് ദുരന്തത്തിന് കാരണമെന്ന തരത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പതിറ്റാണ്ടുകളുടെ പ്രവൃത്തി പരിചയമുള്ള ക്യാപ്റ്റൻ സുമിത് സബർവാൾ വിമാനം മനഃപൂർവ്വം തകർത്തതാണെന്ന തരത്തിൽ അമേരിക്കൻ വാർത്തകൾ നൽകിയതോടെ പൈലറ്റുമാരുടെ സംഘടനകൾ കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. മരിച്ചുപോയ പൈലറ്റുമാർക്ക് തങ്ങളെ ന്യായീകരിക്കാൻ സാധിക്കില്ലെന്നത് മുതലെടുത്ത് വിമാന നിർമ്മാതാക്കളായ ബോയിംഗ് കമ്പനിയെയും മറ്റ് ഏജൻസികളെയും സംരക്ഷിക്കാനുള്ള ആഗോള ഗൂഢാലോചനയുടെ ഭാഗമാണിതെന്നാണ് ഇന്ത്യൻ പൈലറ്റുമാരുടെ ഫെഡറേഷൻ ആരോപിക്കുന്നത്. ബ്രിട്ടീഷ് വ്യോമയാന അന്വേഷകനായിരുന്ന ടിം അറ്റ്കിൻസൺ ഉൾപ്പെടെയുള്ള ചില വിദഗ്ധർ പൈലറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഇത്തരം അസ്വാഭാവിക നീക്കങ്ങൾ തന്നെയാണ് ദുരന്തത്തിന് കാരണമായതെന്ന് വിശ്വസിക്കുമ്പോഴും സുരക്ഷാ പ്രവർത്തകരും ഇരകളുടെ കുടുംബവും ഈ വാദത്തെ ശക്തമായി എതിർക്കുന്നുണ്ട്. വിമാനത്തിനുണ്ടായ ഗുരുതരമായ വൈദ്യുതി തകരാറാണ് യഥാർത്ഥത്തിൽ ദുരന്തത്തിലേക്ക് വഴിവെച്ചതെന്നാണ് ഇവരുടെ പ്രധാന വാദം. അപകടത്തിൽപ്പെട്ട വിമാനത്തിന് മുൻപും നിരവധി തവണ പവർ പാനലുകളിൽ തീപിടുത്തം ഉൾപ്പെടെയുള്ള കടുത്ത വൈദ്യുതി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപകടത്തിൽ മരിച്ച 135 യാത്രക്കാരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി കേസ് നടത്തുന്ന അന്താരാഷ്ട്ര നിയമസ്ഥാപനമായ ബീസ്ലി അലൻ ഉയർത്തുന്ന ചോദ്യങ്ങൾ പൈലറ്റിന്റെ ആത്മഹത്യാ സിദ്ധാന്തങ്ങളെ പൂർണ്ണമായും പൊളിക്കുന്നതാണ്. വിമാനത്തിലെ മറ്റെല്ലാ പവർ സംവിധാനങ്ങളും പരാജയപ്പെടുമ്പോൾ സ്വയം പ്രവർത്തിക്കേണ്ട റാം എയർ ടർബൈൻ എന്ന അടിയന്തര ഫാൻ സംവിധാനം വിമാനം പറന്നുയർന്ന ഉടൻ തന്നെ പുറത്തേക്ക് വന്നതായി വിമാനത്താവളത്തിലെ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ട്. ഇന്ധനം വിതരണം നിലച്ച് 5 സെക്കൻഡിനകം ഈ സംവിധാനം പ്രവർത്തിച്ചുവെന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടിലും പറയുന്നത്. ഇതിനർത്ഥം ഇന്ധനം നിലയ്ക്കുന്നതിന് മുൻപ് തന്നെ വിമാനത്തിൽ മറ്റെന്തോ വലിയ തകരാർ സംഭവിച്ചിരുന്നു. അന്വേഷണം അവസാന ഘട്ടത്തിലാണെന്നും അന്തിമ റിപ്പോർട്ട് വരാൻ 1 മാസത്തോളം എടുക്കുമെന്നുമാണ് ഇപ്പോൾ വ്യോമയാന മന്ത്രി അറിയിച്ചിരിക്കുന്നത്.